Hello. Let the shortest distance between the lines. ഇവിടെ നമുക്ക് രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. എത്രയാണ്? 3√30. ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 3√30. Then the positive value of 5 alpha plus beta. 5 alpha plus beta ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എസ് ഡി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് A2 മൈനസ് A1 കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് വെക്റ്റർ A2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ഇവിടെ എന്ത് വരും? -3 i ക്യാപ്പ് -7 j ക്യാപ്പ് പ്ലസ് ബീറ്റ k ക്യാപ്പ്. Vector A2 is equal to 3 i cap plus alpha j cap plus 3 k cap. ഓക്കെ ആണല്ലോ. വെക്റ്റർ B is equal to വെക്റ്റർ B1 is equal to 3 i cap minus j cap plus k cap, and vector B2 is equal to -3 i cap plus 2 j cap plus 4 k cap. ഓക്കെ ആണല്ലോ. ഈ 4 വെക്ടറുകൾ എഴുതിയത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ആദ്യം വെക്റ്റർ A2 മൈനസ് A1 കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഇത് A1 ആണ്, ഇത് A1 ആണ്, ഇത് വെക്റ്റർ A1 ആണ്. അപ്പോൾ നോക്കിയേ, -3 -3 -6 i ക്യാപ്പ് -7 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ പ്ലസ് -7 മൈനസ് ആൽഫ ജെ ക്യാപ്പ് ബീറ്റ -3 പ്ലസ് ബീറ്റ -3 k ക്യാപ്പ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. B1 ക്രോസ് B2 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് i j k. B1 എവിടെ? B1 3 -1 1 B2 -3 2 4. ഓക്കെ അല്ലേ? ഈക്വൽ ടു i ഇൻറ്റു -4 -2 മൈനസ് j ഇൻറ്റു 12 പ്ലസ് 3 പ്ലസ് k ഇൻറ്റു 6 മൈനസ് 3 ഈക്വൽ ടു -6 i ക്യാപ്പ് -15 j ക്യാപ്പ് പ്ലസ് 3 k ക്യാപ്പ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എസ് ഡി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A2 മൈനസ് A1 നമ്മളിവിടെ കണ്ടുപിടിച്ച് ഡോട്ട് B1 ക്രോസ് B2 അല്ലേ? A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ -6 ഇൻറ്റു -6 36 പ്ലസ് -15 ഇൻറ്റു -7 മൈനസ് ആൽഫ പ്ലസ് 3 ഇൻറ്റു ബീറ്റ -3
ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 എന്ന് പറയുമ്പം റൂട്ട് ഓഫ് -6ൻ്റെ സ്ക്വയർ 36 -15ൻ്റെ സ്ക്വയർ 225 3ൻ്റെ സ്ക്വയർ 9 ഈക്വൽ ടു എത്രയാണ് 3√30. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് 36 പ്ലസ് 105 പ്ലസ് 15 ആൽഫ പ്ലസ് 3 ബീറ്റ മൈനസ് 9 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് വരും? 36 പ്ലസ് 9 45 270 ഈക്വൽ ടു 3√30. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. 105 പ്ലസ് 36 എന്ത് വരും? 141 141 മൈനസ് 9 132. ഓക്കെ അല്ലേ? അപ്പോൾ 132 പ്ലസ് 15 ആൽഫ പ്ലസ് 3 ബീറ്റ. ഈ റൂട്ട് 270 നമുക്ക് 3√30 എന്ന് എഴുതാൻ പറ്റും. 270 നമുക്ക് 3√30 എന്ന് എഴുതാം. നോക്കിയേ, 270 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. 90 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 30 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 270 എങ്ങനെ എഴുതാം? 3√30 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇത് ഈക്വൽ ടു 3√30 ഇൻറ്റു 3√30. ഓക്കെ ആണല്ലോ. ഇവിടെ നിന്ന് നമുക്ക് 15 ആൽഫ പ്ലസ് 3 ബീറ്റ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 9 9 ഇൻറ്റു 30 270 മൈനസ് 132 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഈസ് ഈക്വൽ ടു 138 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്തുവാ കണ്ടുപിടിക്കാനുള്ളത് 5 ആൽഫ പ്ലസ് ബീറ്റ ആണ്. ഇതിനെ നമ്മൾ 15 ആൽഫ പ്ലസ് 3 ബീറ്റാനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ആൽഫ പ്ലസ് ബീറ്റ കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 138 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 138 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 46 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻസ്. ഇവിടെ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 5/√6 ആണ്. ദെൻ ദി സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ആൽഫ ഈസ്. ആൽഫയുടെ പോസിബിൾ വാല്യൂസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ a2 മൈനസ് a1 ഡോട്ട് വെക്റ്റർ b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ b1 ക്രോസ് b2. ഫസ്റ്റ് നമുക്ക് എന്താണ്? വെക്റ്റർ a2 മൈനസ് a1 കണ്ടുപിടിക്കാം. വെക്റ്റർ a2 മൈനസ് a1 ഈസ് ഈക്വൽ ടു a2 നോക്കിയേ 0 i ക്യാപ്പ് ആണ്. 0 i ക്യാപ്പ് പ്ലസ്
0 j cap plus 5 k cap minus I cap plus 2 j cap plus 3 k cap equal to minus I cap minus 2 j cap plus 2 k cap. ഓക്കെ, അടുത്ത നമുക്ക് വെക്റ്റർ B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് IJK. വെക്റ്റർ B1ൻ്റെ ആര് വരും ഇവിടെ? 2 3 4 2 3 4. വെക്റ്റർ B2ൻ്റെത് 1 ആൽഫ 1 1 ആൽഫ 1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു 3 മൈനസ് 4 ആൽഫ മൈനസ് j ഇൻറ്റു 2 മൈനസ് 4 പ്ലസ് k ഇൻറ്റു 2 ആൽഫ മൈനസ് 3. ഓക്കെ അല്ലേ? നമുക്കൊന്നും കൂടെ റെഡിയാക്കി എഴുതുവാണെങ്കിൽ 3 മൈനസ് 4 ആൽഫ I ക്യാപ്പ് പ്ലസ് 2 j ക്യാപ്പ് പ്ലസ് 2 ആൽഫ മൈനസ് 3 k ക്യാപ്പ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ B1 ക്രോസ് B2 കൂടി കണ്ടുപിടിക്കാം. ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് 4 ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 ഇവിടെ എഴുതാവേ പ്ലസ് 2 ആൽഫ മൈനസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഇടാം. SD ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2. അപ്പോൾ ഇവിടെ B1 ക്രോസ് B2 നോക്കിയേ, 3 മൈനസ് 4 ആൽഫ ഇൻറ്റു മൈനസ് 1 പ്ലസ് മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 ആൽഫ മൈനസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 മൈനസ് 4 ആൽഫ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 മൈനസ് 24 ആൽഫ പ്ലസ് 16 ആൽഫ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 2 ആൽഫ മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആൽഫ സ്ക്വയർ മൈനസ് 12 ആൽഫ പ്ലസ് 9. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഞാൻ എഴുതാം. ഈക്വൽ ടു ഇവിടെ എന്താണ്? മൈനസ് 3 മൈനസ് 4 മൈനസ് 7 മൈനസ് 7 പ്ലസ് 3 4. അപ്പോൾ ഇവിടെ 4 ഇവിടെ 4 ആൽഫ പ്ലസ് 4 ആൽഫ 8 ആൽഫ. ഓക്കെ അല്ലേ? ഇവിടെ എന്തായിരുന്നു? മൈനസ് 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 3 മൈനസ് 4 മൈനസ് 7 മൈനസ് 6. ഓക്കെ, മൈനസ് 7 മൈനസ് 6 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മൈനസ് 13 ആണ്. മൈനസ് 13 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 24 ആൽഫ അല്ലെങ്കിൽ നമുക്കിവിടെ 16 ആൽഫ സ്ക്വയർ ഉണ്ട്,
4 ആൽഫ സ്ക്വയർ ഉണ്ട്, 20 ആൽഫ സ്ക്വയർ മൈനസ് 24 ആൽഫ മൈനസ് 12 ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് 36 ആൽഫ 9 പ്ലസ് 4 13 പ്ലസ് 9 22 പ്ലസ് 22 ഓക്കെ അല്ലേ. ഈസ് ഈക്വൽ ടു എത്രയാണ്? ഈസ് ഈക്വൽ ടു എത്ര വരും? ഈസ് ഈക്വൽ ടു നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 5/√6 5/√6 ഓക്കെ അല്ലേ. ഇവിടെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? 8 ആൽഫ മൈനസ് 3ൻ്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയും സ്ക്വയർ എടുക്കണം, 5 സ്ക്വയർ എടുക്കണം, √6ൻ്റെയും സ്ക്വയർ എടുക്കണം. അപ്പോൾ നമുക്ക് 8 ആൽഫ മൈനസ് 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആൽഫ സ്ക്വയർ മൈനസ് 2 × 8 × 13 16 × 13 നമുക്ക് വരാൻ പോണത് -208 ആൽഫ പ്ലസ് 13 സ്ക്വയർ 169 ഓക്കെ ആണല്ലോ. ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? √6ൻ്റെ സ്ക്വയർ 6, ഈ 6 നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു നമുക്ക് 5ൻ്റെ സ്ക്വയർ 25 ഇൻറ്റു 20 ആൽഫ സ്ക്വയർ മൈനസ് 36 ആൽഫ പ്ലസ് 22 എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൽഫയ്ക്ക് വരാൻ പോകുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫയ്ക്ക് വരാൻ പോകുന്ന വാല്യൂസ് ആൽഫ ഈസ് ഈക്വൽ ടു -4 പിന്നെ എന്ത് വരും? പിന്നെ 1 വരും. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് ആൽഫയ്ക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് -4 + 1 ഈസ് ഈക്വൽ ടു -3. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രി അല്ലേ, നമുക്കറിയാം JEE മെയിനിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ വെക്റ്ററും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. 3 ഡയമെൻഷണൽ ജോമെട്രിയും എന്താണ് സിമ്പിളാന്ന് പറയുന്ന ചാപ്റ്ററുകളാണ്. പക്ഷെ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ കോൺസെപ്റ്റ് ഒക്കെ എന്താണ് എളുപ്പമാണ് അല്ലേ, പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ് കുറച്ച് ലെങ്ത് ആണ്. അതെങ്ങനെ ലെങ്ത് വരാനുള്ള കാരണം എന്താ? നമുക്ക് കുറച്ച് മാത്സ് ബേസിക്സിൻ്റെ ആവശ്യം ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിത് എത്രത്തോളം പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം സ്പീഡിൽ ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ എന്താണ് അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള സോൾവ് ചെയ്യാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ സ്പീഡാണ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓക്കെ അല്ലേ?